മന്ത്രിസഭയിലെ ഒരംഗം രാജിവെച്ചാൽ ടീമിലെ ഒരു വിക്കറ്റ് വീണു എന്ന പ്രയോഗം മലയാളികൾ നടത്താറുണ്ട്. എങ്കിൽ മാലിദ്വീപിലെ പുതിയ സർക്കാർ ഇന്നിംഗ്സ് ആരംഭിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിവേ 1 മണിക്കൂറിൽ വീണത് 3 വിക്കറ്റ്. ക്രിക്കറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഹാട്രിക്. പിടിതരാത്ത വിദേശ പിച്ചിൽ ഈ അപൂർവ നേട്ടം കൈവരിച്ച ബൗളറുടെ പേര് നരേന്ദ്രമോദി. മാലിദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം മേഖല അഥവാ മർമ്മത്തിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടി. ഇബ്രാഹിം മുഹമ്മദ് സോലിഹിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ രാജ്യം. അക്കാലത്ത് ഉൾപ്പെടെ ഇന്ത്യ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള രാജ്യമാണ് മാലിദ്വീപ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചനകൾ കണ്ടത് കോവിഡ് കാലത്താണ്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിൽ നിന്ന് മാലിദ്വീപ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് മുതൽ കോവിഡ് പ്രതിസന്ധി ഉച്ചസ്ഥായിയിൽ നിൽക്കെ അവിടെ നിന്നുള്ളവർക്ക് കൊച്ചിയിൽ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നതിൽ വരെ ഇന്ത്യയുടെ സഹായം മാലിദ്വീപ് സ്വീകരിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഹനിമാധു രാജ്യാന്തര വിമാനത്താവളം വിപുലീകരിക്കാൻ നൽകിയ സഹായങ്ങൾ. ഇക്കാലത്തെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ അവർ വിമർശനം ഉന്നയിക്കുന്ന